നമസ്കാരം, അസ്കർ മുതവലൂരാണ്. കരിയറിൻ്റെ ക്ലാസ്സിനും അതുപോലെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഗോൾ സെറ്റിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പം പൊതുവെ എന്നോട് പേരൻസും കുട്ടികളും ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. സാറേ, മികച്ച സ്ട്രീം അല്ലെങ്കിൽ മികച്ച കോഴ്സ് ഏതാണ് എന്നത്. അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. അതായത്, നമ്മൾ മികച്ച സ്ട്രീമല്ല നോക്കേണ്ടത്, നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് ഏത് മേഖലയാണോ എത്തിച്ചേരേണ്ടത്, എൻ്റെ ഗോൾ ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രീമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പൊതുവേ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ സയൻസ് സ്ട്രീം അല്ലേ നല്ലത്, അല്ലെങ്കിൽ ബയോമാക്സ് അല്ലേ നല്ലത്, ഇതൊക്കെ എടുത്ത് നമുക്ക് ഏതിലേക്കും പോവാം എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നൊരു മറുപടി, നമ്മൾ സയൻസ് എടുത്താൽ ഒരു പക്ഷേ നമുക്ക് +1 +2 പ്യൂർ മാത്സോ അല്ലെങ്കിൽ ഫിസിക്സൊന്നും അത്രമാത്രം ദഹിക്കണമെന്നുണ്ടാവില്ല. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏതിലേക്ക് പോകാം എന്ന് കരുതി നമ്മൾ സയൻസ് എടുത്താൽ പഠനം കുറച്ച് മുന്നോട്ട് പോകുമ്പം നമുക്ക് കുറച്ച് മുഷിപ്പ് വരും, അല്ലെങ്കിൽ ആ മാത്സൊക്കെ കാണുമ്പം നമുക്കത് വലിയ ഭാരമായിട്ട് തോന്നും. പിന്നെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. തിരിച്ചു വരാൻ നമുക്ക് പറ്റും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കോഴ്സ്, ഒരു കരിയർ അല്ലെങ്കിൽ ഒരു സ്ട്രീം നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് പോവേണ്ട മേഖല ഏതാണ്, അതിന് ഏത് സ്ട്രീമാണ് വേണ്ടത്, ആ സ്ട്രീം തിരഞ്ഞെടുത്ത് അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് എത്തിപ്പെടേണ്ട മേഖല ഏതാണോ ആ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ ഭാവി സേഫ് ആകും. ഓക്കെ, താങ്ക് യു.